അപ്പോഴാണ് നമ്മുടെ ഓട്ടോ ശ്രദ്ധിക്കുന്നത് ഒരു വണ്ടി പെർമിറ്റ് ഇല്ലാതെ അങ്ങോട്ടേക്ക് കടന്നിട്ടുണ്ട്. ഓട്ടോ അത് കണ്ടിട്ട് അങ്ങോട്ട് ചെന്നിട്ട് പറയുകയാണ്, പെർമിറ്റ് ഇല്ലാതെ ഒരിക്കലും വണ്ടിയോട്ട് കയറ്റാൻ പറ്റില്ലെന്ന് ഓട്ടോ ദേഷ്യപ്പെട്ട് പറയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ കയറിയതല്ല, ഇത് ഞാൻ പാർക്ക് ഇവിടെ വന്നതും അല്ല, ജസ്റ്റ് ഒരു പാക്കേജ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്, കൊടുത്തിട്ട് ഞാൻ തന്നെ പോകുമെന്ന് പറഞ്ഞിട്ട് അവരൊന്ന് കാമായിട്ട് സംസാരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെർമിറ്റ് ഇല്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഇത് ത്രൂ സ്ട്രീറ്റ് അല്ല എന്ന് പറഞ്ഞ് ഓട്ടോ പറയുകയാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒന്നും പറയുന്നില്ല, ഹാവ് എ നൈസ് ഡേ സാർ എന്ന് പറഞ്ഞിട്ട് ഓട്ടോ പറയുന്നത് വിലയ്ക്ക് എടുക്കാതെ, കാരണം ഓൾഡ് മാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, അത് മൈൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു രീതിയിലാണ് അവർ നിന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോ എന്നിട്ട് വിടുന്നില്ല. അവരിങ്ങനെ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നപ്പോൾ ഓട്ടോ അങ്ങോട്ട് ചെന്നിട്ട് വേറെ കുറെ പേര് ഇങ്ങനെ പാക്കേജ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കെല്ലാം പെർമിറ്റ് ഉണ്ട്, നിങ്ങളാണ് പെർമിറ്റ് ഇല്ലാതെ ആദ്യമായിട്ട് വന്നിരിക്കുന്നത്, എന്റെ ഫ്രണ്ടിൽ ഒരിക്കലും പെർമിറ്റ് ഇല്ലാതെ വന്ന് വണ്ടി നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോ ഇങ്ങനെ പിറകെ നടന്ന് പറയുകയാണ്. അവർ മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഓട്ടോ വീട്ടിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. വീട്ടിൽ നിന്നപ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്. അങ്ങനെ ഓട്ടോ ഫോൺ കോൾ എടുത്ത് നോക്കിയിട്ട് ഹലോ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഹായ് ഞാൻ സൂസനാണ്. സൂസനാര്? ഞാൻ വിളിച്ചിരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയാണ്. അയ്യോ റോബോട്ട് എന്ന് പറഞ്ഞ് ഓട്ടോ കട്ട് ചെയ്യണം. കാരണം ഓട്ടോയിൽ സംസാരിക്കാൻ ആരുമില്ല, ഇവിടെ വെച്ച് മനസ്സിലാക്കണം. ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. പക്ഷെ അവർ ഹെൽത്ത് ഇൻഷുറൻസുകാരായിരുന്നു. ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി ഓട്ടോയ്ക്കുണ്ടോ ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു, വേറെ ഒന്നിനും അല്ലായിരുന്നു. സോ ഓട്ടോ ഇഷ്ടപ്പെടുന്നില്ല, റോബോട്ട് എന്ന് പറഞ്ഞ് ഓട്ടോ കോൾ കട്ട് ചെയ്യുകയാണ്. ഓട്ടോ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. അവിടെയുള്ള എല്ലാം കട്ട് ചെയ്ത് കളയുകയാണ്. ലൈക്ക് മൊബൈലിന്റെ സിഗ്നലിങ്സും പിന്നെ എന്താ ഇലക്ട്രിസിറ്റി ബില്ലിങ്സും ഒക്കെ എല്ലാം ഡിസ്കണക്ട് ചെയ്ത് വെക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, കാരണം നമുക്കറിയാം, ഇപ്പം പറയേണ്ട ആവശ്യമില്ല, നമ്മൾ വഴിയേ അറിഞ്ഞോളൂ. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കളയുകയാണ്. നമ്മൾ ഓട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ച് പറയുകയാണ് ഓട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓട്ടോ വീട് ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കാർപ്പറ്റ് ഉണ്ടല്ലോ അതിന്റെ മണ്ടേ കൂടെ ന്യൂസ് പേപ്പറൊക്കെ കവർ ചെയ്യുകയാണ്. വേറെ ഒന്നിനുമല്ല, അവിടെ ആ സീലിംഗിൽ ഒരു ഹോൾ ഇടാൻ വേണ്ടിയാണ്. ഹോൾ ഇട്ടാ പൊടിയൊക്കെ ആവുന്ന വിചാരിച്ചാണ് ഓട്ടോ അങ്ങനെ മൂടിയത്. ആ സീലിംഗിൽ ഹോൾ ഇട്ടിട്ട് അദ്ദേഹം ആ ഒരു കയർ കെട്ടി തൂക്കിയിടുകയാണ്. ആ ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് അദ്ദേഹം കെട്ടിത്തൂക്കിയതെന്ന്. അദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ പോകും, പൊട്ടി വീഴുന്നൊക്കെ ഇങ്ങനെ വലിച്ചു നോക്കുകയാണ്. വലിച്ചു നോക്കിയിട്ട് അദ്ദേഹം കഴുത്തിൽ ഇങ്ങനെ കുരുക്കിടാൻ പോയപ്പോഴാണ്